എൻ്റെ മോനെ, അള്ളാ, എന്താ വിശേഷം പടച്ചോനെ. എന്തോരം പിള്ളേരാ ഫേസ്ബുക്കിൽ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ. നമസ്കാരം. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഈ ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സന്തോഷമുള്ള ഓണമാണ്. ഈ ഓണത്തിന് എൻ്റെ സന്തോഷം മുഖ്യമായിട്ടും നിങ്ങൾക്കറിയായിരിക്കും. കിസ്മത്ത് എന്ന മൂവി, എൻ്റെ മകൻ അഭിനയിച്ച മൂവി ഹിറ്റായ 50 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ കൂടാതെ വരാൻ പോകുന്ന തൃശ്ശിവപെരൂർ പൂരം എന്ന ചിത്രത്തിൽ ഞാൻ ഒരു നല്ല വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും. ഒരുപാട് പേരിങ്ങനെ കായടിക്കുന്നുണ്ട്. സുഖമാണ്, സൂപ്പർ, ഹാപ്പി ഓണമാണ് എല്ലാവരും അടിക്കുന്നത്. ഹാപ്പി ഓണം, എല്ലാവർക്കും തിരിച്ചങ്ങോട്ട് ഹാപ്പി ഓണം. അയ്യോ, എല്ലാവരും ഹായ് ഹായ് ഹായ്. ആരൊക്കെയാണ്? വിജേഷ്, വിനോദ്ജി, റോഷ്, AR ആലപ്പിയോ, ഷെഫ്രിൻ. ഒരു രക്ഷയില്ലല്ലോ. കുറേ പേര് ഇത് മുഴുവൻ വായിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, അൻവർ, ഷഫീഖ്, രാജേഷ്, റോബിൻ, ഫഹദ് MA. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ ഇത് ഇവിടെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഇവർക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. സുഖമാണോ? ആ, സുഖം തന്നെ. ഹലോ, ഹായ് 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 ഹായ്. അഭിച്ചേട്ട, യെസ്. ഞാൻ പങ്കുവോ? അതാരാ അത്? അബീക്ക, ഹായ് പ്ലീസ്. അബീക്ക, ന്യൂ ലുക്ക്. കൊള്ളാല്ലേ? ഹാപ്പി ഓണം. സെയിം ടു യു. ഹാപ്പി ഓണം. ഹായ് ഹായ് ഹായ്. ഹാപ്പി ഓണം. ഹായ്. എല്ലാവരും ഹായ് ആണ് അടിക്കുന്നത്. ഹായ് അബീക്ക, ഹലോ. പിന്നെ ആരും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. താടി പൊളിച്ചിട്ടുണ്ടല്ലോ എന്നല്ലേ? താടി വളർത്തുകയാണോ? വളർത്തുന്നതല്ല, തന്നെ വളരുന്ന ഒരു സാധനമാണ്. മുടക്കില്ലാതെ വളർത്താൻ പറ്റുന്ന എല്ലാ ചെടികളൊക്കെ നമുക്ക് വളർത്താൻ വളമൊക്കെ ഇട്ട് കൊടുക്കണ്ട. ഇതിനൊന്നും കൊടുക്കണ്ട, വെറുതെ വളർന്നോളൂ. 5 പൈസ മുടക്കില്ല. ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ഓണമാണ് തന്നിരിക്കുന്നത്. ഹായ് അഭിച്ചേട്ട. താടി പൊരിച്ചു. താടി പൊരിച്ചെടുക്കണം, എണ്ണയിലിട്ട് പൊരിക്കുക. അയ്യോ, എന്താണ്? പാത്തു, ഷൈനികം, ഇത് ഐ ലവ് യു ടു. എല്ലാം ഹാപ്പിയായി. അതെ, നമുക്ക് കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഹാപ്പി. താടിയെക്കുറിച്ചിട്ടാണ് ആളുകളൊക്കെ എല്ലാം ചോദിക്കുന്നത്. താടി നല്ല കോമഡി. ഈ താടിയാണോ കോമഡി? യൂസു റഹ്മാനോ, വിനോദ് കുമാർ, ഇവരൊന്നും ഞാൻ ഫേസ്ബുക്കിലൊന്നും കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഉണ്ടായിരുന്നു. ഓസം. എന്താണ് ഓസം എന്ന് എഴുതിയിട്ടില്ല. എന്താ പാരഡൈസ് എടുക്കൂ. ഇത് പെട്ടെന്ന് പോണാരും വായിക്കാം. പുതിയ പടം ഹാപ്പി വെഡ്ഡിങ് പൊളിച്ചും. താങ്ക് യു. സുഖമാണോ? സുഖം. അബീക്ക, എന്താണ് അബീക്ക? ഓണം പടം സൂപ്പർ. താങ്ക് യു. അബീക്ക, മിമിക്രി പ്ലീസ്. മിമിക്രി
അത് ശരി. ഇതിനിടയിൽ മിമിക്രിയും വേണോ? മിമിക്രി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആമിന താത്താടെ ശബ്ദം ചെയ്യൂ, എല്ലാവരും ചോദിക്കുന്നതാണ്. ആമിന താത്താടെ ശബ്ദമല്ലേ? എൻ്റെ മോനെ, അല്ലാ എന്താ വിശേഷം പടച്ചോനെ, എന്തോരം പിള്ളേരാ ഫേസ്ബുക്കിൽ. വേറെ പണിയൊന്നുമില്ലേ മോനെ നിങ്ങൾക്ക്? ഓണത്തിന് വല്ലതും കഴിച്ചാ? അല്ല, ഇപ്പോഴത്തെ വിവരമൊക്കെ അറിഞ്ഞാ? നമ്മുടെ നാട്ടിൽ ഓരോരുത്തർ പറയണ് ഓണം ഇപ്പം ഇവർക്ക് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് വേണമെന്ന്. ഇപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ പറയും ഓണപ്പരീക്ഷ ഇനി ഹിന്ദുക്കൾ എഴുതിയാൽ മതിയെന്ന്. ക്രിസ്ത്യാനികൾ പറയും ക്രിസ്തുമസ് പരീക്ഷ അവരുടെ അന്ന്. അപ്പം നമ്മുടെ ആളുകൾക്ക് പരീക്ഷ എഴുതാതെ പാസ്സായി പോവാം. അങ്ങനത്തെ ഒരു നാടായിട്ടുണ്ട്. ഇത് അറിയൂ, ഒരു പാട്ട് പാടാമോ? ഓ, അത്രയും വേണോ? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. ഹായ് അബീക്ക, ഹായ് അബീക്ക കുട്ടൻ. ഹലോ ഹലോ ഹലോ, എല്ലാവർക്കും ഹലോ. കിടു ആണ്, കിടു ആമിന. ഇത് ഒരു രക്ഷയില്ലല്ലോ, ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. ഇത് കണ്ടില്ലേ? ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓണം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഓണത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഓണമാകുമ്പോൾ പായസം കുടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഓണത്തിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം തന്നെ. ഓണം ഈ കഴിഞ്ഞ കുറേ കാലയളവായിട്ട് ഓണത്തിന് നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. കാരണം ഓണത്തിൻ്റെ ആ സമയത്തൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പം നമ്മൾ വണ്ടി പുറപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയായാലും 4 മണി, ചിലപ്പോൾ 3 മണി. പിന്നെ ഹോട്ടലിൽ നിന്നൊന്നും ഓണസദ്യ ഒന്നും കിട്ടില്ലല്ലോ പോകുന്ന വഴിക്ക്. ഇപ്പോഴാണല്ലോ ഇപ്പോൾ ഹോട്ടൽ വലിയ വലിയ ടൗണുകളിലൊക്കെ ഓണസദ്യയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഓണത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഓണവും ഇന്നത്തെ ഓണമൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് ഓണം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ പൂവൊക്കെ പറക്കിയിട്ടാണെങ്കിൽ ഇന്നിപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനർ വിചാരിച്ചാൽ വലിയ ഓണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫോട്ടോ ഇരിക്കുന്ന ഒരു ഫോട്ടോ അയാൾക്കങ്ങ് അയച്ചു കൊടുത്താൽ മതി. പുള്ളി നേരെ നമുക്ക് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി അത് നമ്മളെ ഒരു ഓണപ്പൂക്കളം ഏത് പൂക്കളത്തിൻ്റെ അവിടെ ഇരിക്കണം എന്നൊക്കെ ഉള്ള അവർ പ്ലേസ് ചെയ്ത് തരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ ആളുകൾ എന്തൊക്കെയോ എഴുതി വിടുന്നുണ്ട്. അരുൺ ഹാപ്പി ഓണം. ഹലോ എൻ്റെ അബീക്ക. നിൻ്റെ മാത്രമായ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം? ഹായ് അബീക്ക, ഹായ്. എല്ലാവർക്കും ഹായേ ഉള്ളൂ. യു ആർ ലുക്കിംഗ് സ്മാർട്ട്. ഈ കോലത്തിലോ? കൊള്ളാം. താടിയൊക്കെ വെച്ചിരുന്നാലും സ്മാർട്ട് എന്ന് പറയും. സൂചിപ്പിക്കണേ. സുഖമാണോ? ഭയങ്കര സുഖം. ഇക്കായുടെ പേര് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നത് ആമിന താത്തയാണ്. അല്ലാ പടച്ചോനെ, പാവം. എല്ലാം ഹാപ്പി ആയിട്ടിരിക്കണം. അതെ, അടിപൊളി. അബീക്ക, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ അബീക്കാന്? അതാരത്? അതിൻ്റെ പേരും വായിക്കാം. അഭിഷേക് പറഞ്ഞ സുഖമാണോ? പുതിയ പ്രോജക്റ്റ്, പുതിയത് തൃശ്ശിവ പെരൂർ പൂരം എന്ന് പറയുന്നൊരു പടം ചെയ്യണം എന്ന് കരുതിയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ ആ പടത്തിൽ നന്നായി ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ വരുമ്പോൾ ഒരു വിജയമാക്കാനും പറ്റും എന്ന് വിശ്വസിക്കുന്നു. ന്യൂ പ്രോജക്റ്റ് ആണ് തൃശ്ശിവ പെരൂർ പൂരം, തൃശ്ശിവ പെരൂർ ക്ലിപ്തം. നമസ്കാരം. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഈ ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം
കുറച്ച് സന്തോഷമുള്ള ഓണമാണ് ഈ ഓണത്തിന്. എൻ്റെ സന്തോഷം മുഖ്യമായിട്ടും നിങ്ങൾക്കറിയായിരിക്കും. കിസ്മത്ത് എന്ന മൂവി, എൻ്റെ മകൻ അഭിനയിച്ച മൂവി ഹിറ്റായ 50 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ കൂടാതെ വരാൻ പോകുന്ന തൃശ്ശിവപെരൂർ പൂരം എന്ന ചിത്രത്തിൽ ഞാൻ ഒരു നല്ല വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് ഈ മാസം അവസാനത്തോടു കൂടി ആരംഭിക്കും. ഒരുപാട് പേരിങ്ങനെ അടിക്കുന്നുണ്ട്. സുഖമാണ്, സൂപ്പർ, ഹാപ്പി ഓണമാണ് എല്ലാവരും അടിക്കുന്നത്. ഹാപ്പി ഓണം, എല്ലാവർക്കും തിരിച്ചങ്ങോട്ട് ഹാപ്പി ഓണം. അയ്യോ, എല്ലാവരും ഹായ് ഹായ് ഹായ്. ആരൊക്കെയാണ്? വിജേഷ്, വിനോദ്ജി, റോഷ്, AR ആലപ്പിയോ, ഷെഫ്രിൻ. ഒരു രക്ഷയില്ലല്ലോ, കുറേ പേര്. ഇത് മുഴുവൻ വായിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, അൻവർ, ഷഫീഖ്, രാജേഷ്, റോബിൻ, ഫഹദ് MA. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇഷ്ടം പോലെ. ഇത് ഇവിടെന്ന് വന്നുകൊണ്ടിരിക്കുക. ഇവർക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. സുഖമാണോ? ആ, സുഖം തന്നെ. ഹലോ, ഹായ് 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 ഹായ്. അഭിച്ചേട്ട, യെസ്. ഞാൻ പങ്കുവോ? അതാരാ അത്? അബീക്ക, ഹായ് പ്ലീസ്. അബീക്ക, ന്യൂ ലുക്ക്. കൊള്ളാല്ലേ? ഹാപ്പി ഓണം. സെയിം ടു യു. ഹാപ്പി ഓണം. ഹായ് ഹായ് ഹായ്. ഹാപ്പി ഓണം. ഹായ്. എല്ലാവരും ഹായ് ആണ് അടിക്കുന്നത്. ഹായ് അബീക്ക, ഹലോ. പിന്നെ ആരും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. താടി പൊളിച്ചിട്ടുണ്ടല്ലോ എന്നല്ലേ? താടി വളർത്തുകയാണോ? വളർത്തുന്നതല്ല, തന്നെ വളരുന്ന ഒരു സാധനമാണ്. മുടക്കില്ലാതെ വളർത്താൻ പറ്റുന്ന എല്ലാ ചെടികളൊക്കെ നമുക്ക് വളർത്താൻ വളമൊക്കെ ഇട്ട് കൊടുക്കണ്ടേ? ഇതിനൊന്നും കൊടുക്കണ്ട, വെറുതെ വളർന്നോളൂ. 5 പൈസ മുടക്കില്ല.